മാറഞ്ചേരിയിൽ നിന്ന് വടക്കാഞ്ചേരിയിലേക്കുള്ളൊരു യാത്രയാണത്. ഒരു കല്യാണത്തിന് വേണ്ടിയാണ് യാത്ര പോകുന്നത്. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ സെക്രട്ടറി ആയിരുന്ന സിന്ധു മേഡത്തിൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ടിയാണ് മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ, അതുപോലെ വൈസ് പ്രസിഡന്റ് അബ്ദുൽ അസീസ് ക, സീനിയർ മെമ്പറായിട്ടുള്ള മാധവേട്ടൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരുമാണ്. അവരുമായിട്ടാണ് അങ്ങനെ യാത്ര ചെയ്യാൻ ഒരു അവസരം ഉണ്ടായത്. വളരെ മനോഹരമായിട്ടുള്ള, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തു വെക്കപ്പെടാവുന്ന ഒരു നല്ലൊരു യാത്ര തന്നെയായിരുന്നു അത് പറയാതിരിക്കാൻ വയ്യ. അതോടൊപ്പം തന്നെ ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു സിന്ധു മേഡത്തിൻ്റെ മകളുടെ താലികെട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ആ ക്ഷേത്രം കാണുന്നതും അവിടുത്തെ ആ ഒരു പ്രകൃതിയും ആ പ്രകൃതിയുടെ ഒരു സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ ഇടയായി. അത്ര മനോഹരമാണ്. കാരണം ക്ഷേത്രത്തിന് ചുറ്റും നെൽപ്പാടങ്ങളാണ്. ക്ഷേത്രത്തിൻ്റെ തൊട്ട് പുറകിൽ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഞങ്ങളവിടെ ക്ഷേത്രത്തിലേക്ക് കയറി ഉടനെ കുറച്ച് സമയമാകുമ്പോഴേക്ക് തന്നെ ഒരു വന്ദേ ഭാരത് ട്രെയിന് തൃശ്ശൂരിൽ നിന്ന് ഇങ്ങനെ ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിന് അവിടെ നിന്ന് ആ ട്രാക്കിൽ കൂടി നീങ്ങുന്നതായിട്ട് കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ ആ കാഴ്ചകളൊക്കെ കണ്ടു. കാഴ്ച വളരെ രസമാണ്. ഈ ഇപ്പോൾ കല്യാണത്തിൻ്റെ താലികെട്ടൊക്കെ അവിടെ വെച്ച് നടത്തുമ്പോൾ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ല മനോഹരമായ ഒരു ഇടം കൂടിയാണത്. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മൾ മറ്റേ പൂരം കൊണ്ടും വെടിക്കെട്ട് കൊണ്ടും ലോകം അറിയുന്നതാണ്. ഉത്രാളിക്കാവിൻ്റെ ക്ഷേത്രത്തിലെ പൂരവും വെടിക്കെട്ടൊക്കെ അത്രമാത്രം ഫെമിലിയർ ആയിട്ടുള്ളൊരു സംഭവമാണ് ആ ക്ഷേത്രം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ആ ക്ഷേത്രം കാണുന്നത്. അവിടുത്തെ കാഴ്ചയുടെ ആ ഒരു സൗന്ദര്യം ഇങ്ങനെ പറഞ്ഞ് അറിയിക്കുന്നതിലപ്പുറം നിങ്ങൾ നേരിട്ട് പോയി കാണുമ്പോഴാണ് നിങ്ങൾ അത് യഥാർത്ഥത്തിൽ തിരിച്ചറിയുക. അത്രമാത്രം പ്രകൃതി കനിഞ്ഞ് നൽകിയ ഒരു ഇടം കൂടിയാണത്. താലികെട്ടിന് ശേഷം പിന്നെ കല്യാണ ചടങ്ങുകൾ നടന്നത് ക്ഷേത്രത്തിൻ്റെ തന്നെ ഒരു 2 കിലോമീറ്റർ അപ്പുറത്തായിട്ട് ഒരു SV കൺവെൻഷൻ സെൻറ്റർ എന്ന് പറയും. അതും ആ ഒരു കൺവെൻഷൻ സെൻറ്ററും അതിൻ്റെ ചുറ്റുമൊക്കെ നല്ല രസകരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. അവിടെ വെച്ചായിരുന്നു കല്യാണത്തിൻ്റെ മറ്റ് ചടങ്ങുകളും ഭക്ഷണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടന്നതാവും.